ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 കേട്ടോ. അപ്പോൾ ഈ ക്യൂസ് മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 5-നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട ഉറപ്പായ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ചാന്ദ്രദിന ക്യൂസ്, വായനാ ദിന ക്യൂസ്, ബഷീർ ദിന ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. മീററ്റ് എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഉത്തരം താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റാണി ലക്ഷ്മിബായി. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനായ ബിന്ദു ഇങ്ങനെ പറഞ്ഞതാരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഉത്തരം റാണി ലക്ഷ്മിബായിനെ. INC-യുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? ഉത്തരം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം ബോംബെ. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ്? ഉത്തരം 1906. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ നൈറ്റ്ഹുഡ് പദവി നിഷേധിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2005. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം ജോർജ് യൂൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.